മഴ തടയാൻ കഴിവുള്ള ഉസ്താക്കന്മാരെ കുറിച്ച് മുൻപ് ചെയ്തൊരു വീഡിയോ ആണിത്. അത് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ട്രൂത്ത് മുറായ് പ്രതികരണത്തിലേക്ക് സ്വാഗതം. ഈ പാപ്പന്റെ സമ്മേളനത്തിന് വന്നു. പതാക ഉയർത്താനാ ഞാൻ ക്ഷണിച്ചത്. അങ്ങനെ പതാക ഉയർത്തി കഴിഞ്ഞപ്പോ നല്ല മഴക്കാർ ഇങ്ങനെ ഇരുട്ടി വരാൻ തുടങ്ങി. അപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി ഉണ്ട്, അബ്ദുറഹ്മാൻ കാരക്കുന്ന്. അവൻ പതുക്കെ എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ പാപ്പാനോട് മഴനെ പറ്റി ഒന്ന് പറയണം. മഴ പെയ്താ സംഗതിയാകെ കുളാവും. എനിക്കാണെങ്കിൽ റെക്കമെൻഡ് ഇങ്ങനെ പറയാനാ വലിയ മടിയുള്ള ആളാണ് ഞാൻ. സംഗതി പാപ്പ ഞാൻ സെക്രട്ടറിക്ക് ശേഷം ആവശ്യമില്ലാത്ത പറയലില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വെച്ചു. പിന്നെയും വന്നിട്ട് എന്നെ ഒരു നുള്ളിട്ട് പറഞ്ഞു, ഉസ്താദേ ആകെ കുളാകും, ഒന്ന് പറയും ഞങ്ങൾ പാപ്പാനോട്. അപ്പൊ ഞങ്ങൾ പാപ്പാനോട് പറഞ്ഞു, ഉപ്പാപ്പാ മഴക്കാറ് നല്ലോണം വരുന്നുണ്ട്, മഴ പെയ്ത പരിപാടിയാ കൊളാകും, എടുത്തേക്ക്. പാപ്പ പറഞ്ഞു, മഴന്റെ കാര്യം ഞാൻ ഏറ്റിട്ടില്ല, മഴന്റെ കാര്യം ഞാൻ ഏറ്റിട്ടില്ല. അപ്പൊ എനിക്ക് കൈകാര ടെൻഷനായി. പഠിച്ചമ്പുരാനെ ഞാൻ അങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പൊ എന്റെ മുഖം ഇങ്ങനെ കണ്ടപ്പോ പാപ്പ പറഞ്ഞു, ആ എടോ എന്റെ സമ്മേളനം എത്ര ദിവസമാണെന്ന് ചോദിച്ചു. എന്റെ സമ്മേളനം എത്ര ദിവസമാണ്? ഞാൻ പറഞ്ഞു, പാപ്പ 3 ദിവസം. 3 ദിവസം. ആ 3 ദിവസം മഴ പെയ്താന്ന പോരെ ലക്ഷ്യം. ആ 3 ദിവസം മഴ പെയ്താന്ന പോരെ ലക്ഷ്യം. യാ റബ്ബേ, നോക്കിങ്ങള് ആ 3 ദിവസത്തും വെള്ളം കലക്കി കൊടുക്കാൻ അത്ര പഞ്ചാര പോരെന്നല്ല, അത് രാജ്യമാർക്കും ചോദിക്കാം. ഇവിടെ പറയുന്നത് ആ 3 ദിവസം മഴ പെയ്യാതിരുന്നാ പോരെ. കാരക്കുന്ന് ചോദിച്ച എല്ലാവർക്കും അറിയുന്ന കേസാ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മതിപ്പാപ്പാണ്, ഞാൻ മഴ സ്റ്റേ ചെയ്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ പ്രിയമുള്ളവരെ, ആരുടെ അധികാര പരിധിയിലാണ് മഴയിരിക്കുന്നത്? സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തെ ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിൻ്റെ അധികാര പരിധിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിലാണ് മഴ എപ്പോൾ പെയ്യും എന്നുള്ളത് അള്ളാഹുവിനാണ് അറിയുക എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. മഴയ്ക്ക്, കാറ്റിന്, ഇടിക്ക്, മിന്നലിനൊക്കെ ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിച്ച സമയത്തല്ലാതെ മഴ പെയ്യൂല. ഇപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ആകാശവാണിയിൽ നിന്നും അതുപോലെ തന്നെ വാർത്താ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മഴ ഉണ്ടാകും, ശക്തമായ മഴ ഉണ്ടാകും, അല്ലെങ്കിൽ ഇടിയോടെ മഴയും മഴയോടെ ഇടിയും കാറ്റോടെ ഇടിയും മഴയൊക്കെ ഉണ്ടാകും എന്നൊക്കെ കേൾക്കാം. അതൊക്കെ ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള ചില നിഗമനങ്ങളാണ്. അത് ചില കാരണങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നോക്കാതെ ഗായിബായൊരു കാര്യം അത് ഒരാളങ്ങോട്ട് വിളിച്ചു പറയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഒരടിസ്ഥാനമല്ല, വെറുതെ തള്ളുകയാണ്, മായാവി കഥയാണ്. ഇപ്പം ഇത് പറഞ്ഞത് അബ്ദുൾ റഷീദ് പത്തപ്പിരിയം എന്ന് പറയുന്ന സഖാഫിയാണ്. ഇദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. നമ്മൾ കൂടുതലായിട്ട് കാണിക്കാറില്ല. ഇനി അവിടെ ഈ പറയപ്പെട്ട ആൾ ഷെയ്ഖുന വന്നിട്ടുള്ളത് കൊടിയുയർത്തലിനാണെന്ന് പറഞ്ഞു. നമ്മൾ 2 ദിവസം മുമ്പ് കൊടിയുയർത്തൽ സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ കൊടിയുയർത്തൽ ഇത് ആരാണ് കൊണ്ടുവന്നത്? ഇതാരാണ് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കൊടിയാണ് ഉയർത്തിയിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടിലുള്ള സ്വഹാബത്തെ ഏതൊക്കെ കൊടിയാണ് ഉയർത്തിയിട്ടുള്ളത്? അത് കഴിഞ്ഞ് താബഈങ്ങളും താബഈങ്ങളും അത് കഴിഞ്ഞുള്ള അയിമ്മത്തിൻ്റെ ഉലമാക്കൾ ആരെങ്കിലും ഇതുപോലെ കൊടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഉയർത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇജ്ജ് വഹാബിയാണ്, ഇജ്ജ് മുജാഹിദാണ്, ഇജ്ജ് മുബ്തദിയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ദലീൽ എന്താണെന്ന് പറയാൻ ഇന്നേ വരെ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ചില ആളുകൾ പറഞ്ഞു വെച്ച അത് വീണ്ടും വീണ്ടും പൊടിതട്ടിയെടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിനെ ചില കൊടിനാട്ടൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനും അവിടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുനിയാവ് മാത്രം ആശ്രയിച്ചുകൊണ്ട് അവിടെ ചില കാര്യങ്ങൾ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, മുൻമാതൃകകളില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതുപോലെയുള്ള പച്ച നുണകൾ പറയുന്ന വേദികളിലേക്ക് നിങ്ങൾ എത്തരുത്, പോകരുത് എന്നാണ് അറിയിക്കുവാനുള്ളത്. ആ ഒരു നസീഹത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. ഈ വിഷയത്തിൽ എൻ്റെ പ്രതികരണം ഇതാണ്. എന്നെ കേട്ടതിന് നന്ദി.